ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സൺഡേ കേട്ടോ. അപ്പോൾ ഇന്നും ഒരു ചെറിയൊരു മിനി വ്ളോഗാണ്. അപ്പോൾ മിനി വ്ളോഗൊക്കെ കണ്ടിട്ട് ചിലർക്കൊക്കെ മടുത്തിട്ടുണ്ടാവും. എന്നാലും സാറില്ല കേട്ടോ, എനിക്ക് മിനി വ്ളോഗൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും, സ്പെഷ്യലി എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് കേട്ടോ, ഷിൻസി. അപ്പോൾ അവൾ പറയും ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യേ, അപ്പോൾ അതൊക്കെ കാണാൻ വലിയ ഇഷ്ടമാണെന്നൊക്കെ. അപ്പോൾ അവളുടെ ഉമ്മ അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ ഉമ്മയും നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. എനിക്ക് നല്ല നല്ല കമൻറ്റുകളൊക്കെ ഇടാറുണ്ട്. അപ്പോൾ താങ്ക് യു കേട്ടോ ഉമ്മ. അപ്പോൾ അങ്ങനെ നമ്മളതിനെ കുറച്ച് പേരൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടായിട്ട് നമ്മൾ ഡെയിലി ഇല്ലെങ്കിലും ആഴ്ചയിലൊക്കെ 2-3 ദിവസം വീഡിയോ ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ചിക്കനാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ രാവിലെ സത്യം പറഞ്ഞാൽ ചാടകടിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ പിള്ളേർക്ക് ബേക്കറിയാണ് കഴിച്ചത്. പിന്നെ ഇന്ന് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി. പിന്നെ ഇതാ കോവയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കോവയ്ക്ക് വറക്കാൻ വേണ്ടിയിട്ടുള്ള മസാല പറ്റുന്ന രംഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് എനിക്ക് ഉപ്പേരി വയ്ക്കാനും തോരൻ വയ്ക്കാൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ പാലക്കാട് പോയപ്പോഴാണ് എൻ്റെ എഴുത്തിയമ്മ ഇതുപോലെ ഉണ്ടാക്കി തന്നിട്ട്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ പൊന്നുട്ടി അതിൻ്റെ വലിയൊരു ഫാനായിട്ടോ. അപ്പോൾ പിന്നെ ഇത് മേടിച്ചാൽ പിന്നെ ഇതന്നെ ഉണ്ടാക്കാറ്. അങ്ങനെ പിന്നെ നമ്മുടെ ചിക്കൻ റോസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കണേ. കുരുമുളകൊക്കെ ഇട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ അങ്ങനെ വരട്ടിയെടുക്കില്ലേ, അതുപോലെ ഉണ്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഗൈസ് നമ്മുടെ ചിക്കനൊക്കെ അടിപൊളിയായിട്ട് റോസ്റ്റായി വന്നിട്ടാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഒഴിച്ചുകറിയല്ല, പിന്നെ ഇതിനെ എപ്പോഴും നമ്മൾ ചിക്കൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ രസം നിർബന്ധമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ചിക്കൻ ചാറായാലും ചിക്കൻ വറുത്തതായാലും ഒരു രസം ഒരു നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലായാലും അങ്ങനെ തന്നെ ചിക്കൻ വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നോൺ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ രസം ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ അടിപൊളിയായിട്ട് രസം നല്ല രസത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഏറെക്കുറെ പണികളൊക്കെ അടുക്കളയിട്ട് കഴിഞ്ഞു. പിന്നെ നമുക്ക് വറക്കാൻ കോവയ്ക്കുണ്ട്, അത് കുറച്ച് കഴിഞ്ഞിട്ടോ വറക്കണുള്ളൂ. അപ്പോൾ കുറേ അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അലക്കാനൊക്കെ പോയി വന്നു. പിന്നെയാണ് കുളിട്ടോ. ഇന്ന് പക്ഷേ എല്ലാം തല തിരിഞ്ഞ പോലെയാണ്. കാരണം ഞായറാഴ്ച എന്താ പണി, ഇങ്ങനെ നമുക്ക് ടൈം ടേബിളൊന്നുമില്ല. എല്ലാ ദിവസങ്ങളിൽ രാവിലെ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് തിരുമ്പലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരത്തൊക്കെ പണികൾ കഴിയാറുണ്ട് ഞായറാഴ്ച. പക്ഷേ അങ്ങനെയല്ല. അപ്പോൾ അപ്പുറത്തെ ഏട്ടനെ ഒരു ചെറിയ മേശ ഉണ്ടാക്കുന്ന പണിയൊക്കെ ഉണ്ട്. അപ്പുറത്ത് പാപ്പൻ്റെ വീടാണ്. അപ്പോൾ ഏട്ടനോട് പണിയൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് നോക്കണൊക്കെ ഉണ്ട്. പിന്നെ തിരുമ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ വെയിൽ മാറി മഴ വരുന്നുണ്ടോന്നും ഇടയ്ക്ക് നോക്കണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നില്ല തലയിൽ. അത് കാരണം കുറച്ച് എണ്ണയൊക്കെ തേച്ച് കുളിച്ചു. അപ്പോൾ ഇത് വന്നിട്ട് ഞങ്ങളുടെ പാപ്പൻ്റെ മോളുടെ കുട്ടിയാണ് കേട്ടോ. തക്കുടു വിസ്മയ എന്നാണ് പേര്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അപ്പുറത്തൊക്കെ പോയിരുന്നു, എല്ലാനായിട്ട് സംസാരിച്ചതാണ് കേട്ടോ പാപ്പൻ്റെ വീട്. അപ്പോൾ അവിടെ ചേട്ടനും പണിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് വന്നിട്ട് നമ്മൾ കോവയ്ക്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വറുക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ എന്താ ഒരേ ബാച്ചായിട്ട് ഇങ്ങനെ വറുത്ത് തുടങ്ങി. അപ്പോൾ പിന്നെ പിള്ളേരും പിന്നെ ഞാനും അജേട്ടനൊക്കെ കൂടി കോവയ്ക്കൊക്കെ വറുത്തതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ ഫുഡ് ഇതായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വൈകിട്ട് കുറച്ച് ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ നാളായിട്ടില്ല, ഇടയ്ക്ക് ഞാൻ ബിരിയാണിയൊക്കെ വെക്കാറുണ്ട്, പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ടോ വെച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ശ്രീയാൻ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്. അപ്പോൾ അവന് കുറച്ച് ചോറൊക്കെ വാരി കൊടുത്തു. പിന്നെ നമുക്കിന്ന് നമ്മുടെ പറമ്പിൽ JCB വരും കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ അതാണ് നമ്മളെ പറമ്പ്. ഇനി നമ്മളിവിടെയാണ് കേട്ടോ വീട് വയ്ക്കാൻ പോണത്. അപ്പോൾ പറമ്പിൽ വന്നിട്ട് ലെവലാക്കാൻ കേട്ടോ. അതിൽ കുറച്ച് മരങ്ങളുണ്ട്, അതും മുറിക്കണം. അപ്പോൾ അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ വൈകിട്ട് വന്നിട്ട് നമ്മുടെ ബിരിയാണി പണി തുടങ്ങി. അപ്പോൾ റൈസ് ഞാനിതവിടെ അങ്ങനെ വേവിച്ച് കുറച്ച് വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് വേവിച്ചിട്ടില്ല കേട്ടോ, പകുതി മുക്കാൽ വേവായിട്ടുള്ളൂ. അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ വറുത്തിട്ടല്ല, എപ്പോഴും ഞാൻ വറുത്തിട്ടാണ് ചിക്കൻ ബിരിയാണി വെക്കാറ്. പക്ഷേ ഇന്ന് ഞാൻ വെറുതെ അങ്ങനെ സാധാരണ വെക്കണ പോലെ പച്ചയ്ക്ക് ദമ്മിടുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ബിരിയാണി സെറ്റായി. പക്ഷേ ബിരിയാണി ലാസ്റ്റ് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ബിരിയാണി കടിച്ചാൽ പൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ബിരിയാണി നമ്മളെ വീട്ടിലേക്ക് കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ രാത്രിത്തെ ഫുഡ് ഇതായിരുന്നു. അപ്പോൾ ഇന്നത്തെ മിനി വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിലൂടെ കാണാം. ടാറ്റ ബൈ, സീ യു.